ഈ പുലമൺ കോട്ടപ്പുറത്ത് KSRTC ബസ്സിൻ്റെ പിൻഭാഗത്തെ 4 ടയറുകൾ ഊരിത്തെറിച്ചു എന്ന വാർത്തയുണ്ടല്ലോ. ആക്സിൽ ഉൾപ്പെടെ ഊരിത്തെറിച്ചു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിരുന്നു. എന്താണ് വിവരങ്ങൾ? SKN 8 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കര പുലമൺ കോട്ടപ്പുറത്ത് വെച്ച് ഈ KSRTC ബസ്സും ഈ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. KSRTC ബസ്സിന്റെ പിൻഭാഗത്തേക്ക് കാർ ഇടിച്ചതിനെ തുടർന്ന് ഈ ബസ്സിന്റെ ആക്സിൽ ഉൾപ്പെടെ 4 വീലുകൾ ഊരിത്തെറിച്ച് പോവുകയായിരുന്നു ചെയ്തത്. റോഡിന്റെ ഇരുവശത്തേക്കുമായി മാറി. പക്ഷേ വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. കാറിൽ സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്ന വ്യക്തിക്ക് സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. അയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ബസ്സിൽ സഞ്ചരിച്ച ഒരാൾക്കും പരിക്കില്ല എന്നുള്ളതും വലിയ ഭാഗ്യമാണ്. കാരണം ബസ് മറിയാനടക്കം സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ ബസ് പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത. എന്തായാലും ഈ ബസ് ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ ആക്സിൽ അടക്കം ഇത്ര വേഗത്തിൽ ഊരിത്തെറിക്കാനിടയായ സാഹചര്യം എന്ത് എന്ന കാര്യത്തിൽ പരിശോധന വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കാരണം ഈ കാർ ഇടിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു ബസ്സിന്റെ ആക്സിൽ പൂർണ്ണമായും ഈ ബസ്സിൽ നിന്ന് വേർപെട്ട് പോവുക എന്നുള്ളത് വലിയ അപകടങ്ങൾക്കിടയാക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്നുള്ളത് കാര്യത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഡിപ്പോയിലെ ഒരു ഓർഡിനറി ബസ്സിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.